ബി.ജെ.പിയിൽ ചേരുമെന്ന സൂചനയാണ് പുറത്താക്കപ്പെട്ട മധു മുല്ലശ്ശേരി നൽകുന്നത്. ബി.ജെ.പിയിലേക്ക് ആദ്യമായി പോകുന്ന ഏരിയ സെക്രട്ടറി താനല്ല. പൊതുപ്രവർത്തകർ എന്ന നിലയിലുള്ള ബന്ധമാണ് ബി.ജെ.പി നേതാക്കളുമായി നേരത്തെ തന്നെ തനിക്കുണ്ടായിരുന്നത്. ബി.ജെ.പി കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നുവെന്നും CPM-മായി ഇനി ഒരു ബന്ധവുമില്ലെന്നും മധു മുല്ലശ്ശേരി ന്യൂസ് 18നോട് പറഞ്ഞു. CPM-ന്റെ മംഗലപുരം ഏരിയ സെക്രട്ടറി ആയിരുന്ന ശ്രീ മധു മുല്ലശ്ശേരി ന്യൂസ് 18നോടൊപ്പം ചേരുകയാണ്. ശ്രീ മധു, കഴിഞ്ഞ ദിവസം ഈ പാർട്ടിയിൽ ചില പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. ഏരിയ സമ്മേളനത്തിനിടയിൽ താങ്കൾ അതൃപ്തി പരസ്യമാക്കി ഇറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ട്. ഇത് പെട്ടെന്ന് ഉടലെടുത്ത ഒരു സംഭവമാണ്. ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളുണ്ടോ? അല്ല, ഈ കാര്യങ്ങളെല്ലാം ഇന്നലെ ഞാൻ ചാനലിനോട് പ്രതികരിച്ചതാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് പെട്ടെന്നുണ്ടായ ഒരു സാഹചര്യമല്ല. വളരെ ഈ ജില്ലാ സെക്രട്ടറിയായി വി ജോയി വന്നതിന് ശേഷം ഈ ഒരു വർഷക്കാലത്തിനിടയിൽ എനിക്ക് നേരിട്ട ദുരനുഭവങ്ങൾ വലുതാണ്. ഞാൻ ഏരിയ സെക്രട്ടറി ആയിരുന്നാലും ഒരു കാരണവശാലും തുറന്നു പോകാൻ പറ്റുമെന്ന് എനിക്ക് ഒരു തീർച്ചയില്ലായിരുന്നു. അത് ഞാൻ എൻ്റെ സ്നേഹിതന്മാരോട് പറഞ്ഞതാണ്. അത്രയ്ക്ക് ദുരിതമാണ്, അത്രയ്ക്ക് ദുരനുഭവമാണ് ജോയിൽ നിന്നുണ്ടായിക്കൊണ്ടിരുന്നത്. മംഗലപുരത്തൊരു പാർട്ടി ഏരിയ കമ്മിറ്റി ഇപ്പം ഇല്ല. ആ കമ്മിറ്റിയെ അഴൂർ ജോയിയുടെ വീട്ടിലോട്ട് ആക്കിയിരിക്കുകയായിരുന്നു. പാർട്ടി ഏരിയ കമ്മിറ്റി കൂടാൻ പറ്റുന്നില്ല. 6 വർഷമായി നിലവിൽ വന്ന പാർട്ടി ഏരിയ കമ്മിറ്റി ഐക്യത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടി ഏരിയ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയെ വിഭാഗീയ പ്രവർത്തനം നടത്തി സ്വന്തം താല്പര്യത്തിന് വേണ്ടി നുണക്കാരുടെ കൂട്ടുപിടിച്ച് ആ ഏരിയ കമ്മിറ്റിയെ ഇല്ലാതാക്കുന്ന സമീപനമാണ് ജോയി നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങോട്ട് ഈ ഒരു വ്യക്തിപരമായ ഒരു വിയോജിപ്പ് ബി ജോയിക്ക് വരാൻ എന്താണ് കാരണം? എന്താണ്? അതെനിക്കറിയില്ല എന്താണ് അങ്ങനെ ഒരു വിരോധം. CPM പാർട്ടി ഏരിയ കമ്മിറ്റി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും വിരുദ്ധമായാണ് ജോയി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് 6 വർഷമായി. അല്ല, പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിന്റെ ചുമതലയിരിക്കുന്ന ഒരാൾ ഇതുപോലെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഒരു ശക്തി കേന്ദ്രത്തിൽ അതിന്റെ പ്രവർത്തനം ദുർബലമാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ പാർട്ടി നേതൃത്വം അത് മുഖവിലേക്ക് എടുക്കും. അല്ല, എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. എൻ്റെ അനുഭവത്തിൽ ഈ ഒരു വർഷക്കാലത്ത് അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ആനാവൂർ നാഗപ്പൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാതിരുന്ന ഒരു ദുരനുഭവമാണ് എനിക്ക് ഇപ്പോൾ ജോയിൽ നിന്ന് നേരിടേണ്ടി വന്നത്. എന്താണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അടിയന്തര ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് രാവിലെ DC-യിൽ ചേർന്നുവെന്നും, പക്ഷേ അതിൽ വി ജോയിക്കൊപ്പം തന്നെയാണ് ജില്ലാ കമ്മിറ്റി, അതോടൊപ്പം സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു പിന്തുണ അദ്ദേഹത്തിനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതങ്ങനെയാണ്, സ്വാഭാവികമല്ലേ അത് നമ്മളെ പാർട്ടിയെ സംബന്ധിച്ചുള്ള അങ്ങനെ തന്നെയാണ്. ഒരു ജില്ലാ കമ്മിറ്റി അല്ലെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് വിളിക്കുക, ഒരു പത്രസമ്മേളനം വിളിക്കുക, നടപടിയെടുക്കുക. ഞാൻ മനസ്സിലാക്കി എനിക്കെതിരെ നടപടി എടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അറിയാനായിട്ട് കഴിഞ്ഞില്ല. പിന്നെ എന്നെക്കുറിച്ച് ഒരു പാർട്ടി പ്രവർത്തകരും എൻ്റെ കൂടെ ഇല്ല. അതിനൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല. പക്ഷേ അങ്ങനെ പോയാൽ ഒരുപാട് കുറവ് പാർട്ടിക്ക് ഉണ്ടാവും എന്നുള്ളതിൽ എൻ്റെ മകൻ പോലും എൻ്റെ കൂടെ ഇല്ല എന്നാണ് അതിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞ് ഞാൻ കേട്ടില്ല, പറഞ്ഞതായിട്ട് ഞാൻ അറിയുന്നത്. ഈ പറയുന്ന നേതാക്കൾ ആരെങ്കിലും മക്കൾ ഉണ്ടോ ഇന്ന് പാർട്ടി പ്രവർത്തനം നടത്താനായിട്ട്? സ്വന്തം താല്പര്യത്തിന് വേണ്ടി എല്ലാ മക്കളും ഒന്ന് വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിയിലായിരിക്കും. എൻ്റെ മോൻ DYPയുടെ മേഖലാ സെക്രട്ടറിയാണ്, പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമാണ്, പല തലത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ആ സഖാവ് എന്നോടൊപ്പം ഇല്ലെന്ന് പറഞ്ഞാൽ എന്ത് ആക്ഷേപഹാസ്യമാണ്. കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നുണ്ട് സ്വന്തം മകൻ പോലും കാണൂല എന്നുള്ളത്. അല്ല, താങ്കൾക്കെതിരെ പ്രധാനമായിട്ട് ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണം, താങ്കൾക്ക് ഈ ഏരിയ സെക്രട്ടറി സ്ഥാനത്തിരിക്കുമ്പോൾ തന്നെ BJPയുടെ സംസ്ഥാന നേതൃത്വവുമായി സംസ്ഥാന അധ്യക്ഷനുമായൊക്കെ ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപം കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതിലെന്താണ് അങ്ങനെ പറയുന്നത്? അത് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ BJPക്കാരുമായിട്ട് ബന്ധമുണ്ട്, കോൺഗ്രസ്സുകാരുമായിട്ട് ബന്ധമുണ്ട്, പല വ്യക്തികളും എന്നെ കാണുന്നുണ്ട്, ഞാൻ അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ വേറെ ആരുമായിട്ടൊരു ബന്ധം എനിക്കില്ല. ഞാൻ അതിൻ്റെ 42 വർഷമായി പ്രവർത്തന രംഗത്ത് വന്നത്. 8 വർഷം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി, 6 വർഷം പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി, വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച് നിൽക്കുന്ന ഒരാൾ ഇപ്പം ഒരു സുപ്രഭാതത്തിൽ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ കണക്ക് ഞാൻ BJPക്കാരനായോ? ഇപ്പോഴും ഞാൻ തീരുമാനം എടുത്തിട്ടില്ലല്ലോ. അതായത് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന കാര്യം കോൺഗ്രസും BJPയും ഒരേപോലെ താങ്കളെ ഒപ്പം നിർത്താനായിട്ട് ചർച്ചകൾ നടത്തുന്നു, രഹസ്യമായി മറ്റും താങ്കളെ ഫോണിൽ വിളിച്ചു, പല നേതാക്കൾ സംസാരിച്ചു എന്നാണ്. താങ്കളുടെ മനസ്സ് BJPക്കൊപ്പമാണോ കോൺഗ്രസിനൊപ്പമാണോ? അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടില്ല, ഇതുവരെ എടുത്തിട്ടില്ല. ഈ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. BJP നേതൃത്വം ഞാനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതെല്ലാം നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. BJP നേതൃത്വം എന്നെ ബന്ധപ്പെട്ടിരുന്നു, കോൺഗ്രസിൻ്റെ നേതൃത്വം എന്നെ ബന്ധപ്പെട്ടിരുന്നു, സംസ്ഥാന നേതാക്കൾ എന്നെ ബന്ധപ്പെട്ടിരുന്നു.
അതെല്ലാം അങ്ങനെ ഒരു അവരോട് എല്ലാം ഞാൻ പറഞ്ഞ നിങ്ങൾ വന്ന ചാനലുകളുടെ അടുത്ത് ഞാൻ പറഞ്ഞ ഒരു കാരണവശാലും ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടില്ല. എടുത്താൽ നിങ്ങളെല്ലാവരെയും അറിയിക്കും. പക്ഷേ ഞാൻ പൊതുപ്രവർത്തന രംഗത്തുണ്ടാവും. അല്ല, അപ്പോൾ തീരുമാനം എടുക്കേണ്ടത് ഒരു അനിവാര്യതയായിട്ട് വരും. അത് സ്വാഭാവികമാണല്ലോ. പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കണമെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമല്ലോ. അത് ഉടനെ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അപ്പം അത് തന്നെ പാർട്ടി നേതൃത്വം കരുതുന്നത് താങ്കൾ BJP-യോടൊപ്പം ആയിരിക്കും താങ്കളുടെ ഇനിയുള്ള രാഷ്ട്രീയ ജീവിതം എന്ന തരത്തിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അതിൽ എത്രമാത്രം വസ്തുതയുണ്ട്? അല്ലാതെ ഞാൻ മാത്രമല്ലല്ലോ ഇന്ന് BJP പോയിട്ടുള്ളത്. പല ജില്ലകളിൽ നിന്ന് പാർട്ടി ഏരിയ സെക്രട്ടറിമാർ പോവുകയില്ലേ BJP-യിൽ? ഞാൻ മാത്രമാണോ BJP പോകാനായിട്ട് നിൽക്കുന്ന? എത്രയും പൊതുപ്രവർത്തകർ, എത്രയും CPM പ്രവർത്തകർ. പിന്നെ എങ്ങനെയാണ് കേരളത്തിൽ BJP-ക്ക് ഇത്ര മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്? BJP-ക്ക് ഇന്ന് വോട്ട് വിഹിതത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് BJP കഴിയുന്നുണ്ടല്ലോ. അപ്പം കമ്മ്യൂണിസ്റ്റുകാർ വോട്ടിടാത്തതുകൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റുകാർ വോട്ടല്ലേ പോയിട്ടുള്ളത്. അതുകൊണ്ട് ഞാനങ്ങനെ BJP-ആയിട്ട് ബന്ധപ്പെട്ട് നിന്നു എന്ന് പറയുന്നതിൽ ഒരു ശരിയില്ലല്ലോ. BJP-ക്ക് വളർച്ചയുണ്ടല്ലോ കേരളത്തിൽ. മറ്റുള്ള സ്റ്റേറ്റുകൾ ഞാൻ പറയുന്നല്ലോ, കേരളത്തിൽ BJP-ക്ക് നല്ല വളർച്ചയുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ തീരുമാനം എപ്പോൾ എടുക്കാനാണ് സാധ്യത? താങ്കൾ ഇനിയും ചില കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്താനുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ ഇപ്പോൾ പ്രതികരണം നടത്തുന്നുണ്ടോ? അതോ CPM-ന്റെ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ എടുക്കുന്ന തീരുമാനം അറിഞ്ഞതിന് ശേഷം മാത്രം? സംസ്ഥാന നേതൃത്വം എടുക്കട്ടെ. സംസ്ഥാനത്തിൻ്റെ നേതാക്കൾ, നേതൃത്വത്തിൽ നിൽക്കുന്ന പാർട്ടി സഖാക്കൾ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു മാറ്റത്തെക്കുറിച്ച് ആലോചിക്കരുത് എന്നെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഞാൻ ഇനി ഒരു പുനർചിന്തനം നടത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. അതായത് പാർട്ടി വിടുകയാണ് എന്ന അന്തിമ തീരുമാനമാണ്. അന്തിമ തീരുമാനത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഓക്കെ, വളരെയധികം നന്ദി താങ്കളുടെ പ്രതികരണം.